നമുക്ക് ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കിയാലോ? അപ്പോൾ കുറച്ച് അധികം വെണ്ടയ്ക്കായ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് അതിനെ എടുത്തൊന്ന് ഒരു മെഴുക്ക് പുരട്ടി പോലെ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഒരുപാട് കനം കുറച്ചല്ല, എന്നാൽ ഒരു മീഡിയം കനത്തിലെല്ലാം റൗണ്ടിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കൂടെ എടുത്ത്, ഒരു ചെറിയ സവാള കൂടെ എടുത്ത് അതുപോലെ അത്യാവശ്യം വേണ്ട കനത്തിന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഡിഷാണ്, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഇനി ഒരു പച്ചമുളക് എടുത്ത് അത് നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇത്രയും ചെയ്തപ്പോൾ കിടന്ന ഒരു 5-6 പാത്രങ്ങളുണ്ട്. അത് അപ്പം തന്നെ കൈയോടെ ഞാൻ കഴുകി വെച്ചു, ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ വാരിയിട്ടതുപോലെ കിടക്കും. ശേഷം ഇന്നലെ വൃത്തിയാക്കി വെച്ച മീൻ എടുപ്പുണ്ടായിരുന്നു, അത് ഐസ് മാറാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്കായ ഇട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ചൊന്ന് വേവിക്കുക. എന്നിട്ട് അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കി ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതിന് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും നമ്മുടെ മുട്ടയും വെണ്ടയ്ക്കായും ചേർത്തുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഇതിപ്പോൾ തേങ്ങ അരച്ചുള്ള മീൻ കറി ആകുമ്പോഴത്തേക്കും പിന്നെ വേറെ കറിയൊന്നും വേണ്ട. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മീൻ കറിയാണ് ഈ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻ കറി. ഇവിടെ കൂടുതലും ഇങ്ങനെയാണ് മീൻ കറി വെക്കാറ്. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, കുറച്ച് ഉലുവ, ഒരു ചെറിയ കഷ്ണം സവാള, ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടെ ചേർത്ത് അരച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു ചെറിയ തക്കാളി, നമ്മൾ പുളി ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിനനുസരിച്ച് തക്കാളി ഇട്ടാൽ മതി. പച്ചമുളക്, വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ എല്ലാം കൂടെ ചേർത്ത ശേഷം കറിവേപ്പില, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിന് എത്ര വെള്ളം വേണോ അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ വേറെ കറിയൊന്നും വെക്കുന്നില്ല, മീൻ കറി മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ഇട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് അടച്ച് വെച്ചേക്കാം. ശേഷം ബാക്കി ഇപ്പോൾ ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നല്ലോ, അതെല്ലാം എടുത്ത് സിങ്കിലേക്കൊക്കെ ഇട്ട് പൊടിയൊക്കെ എടുത്തൊക്കെ വെച്ചു. അപ്പോഴപ്പോഴാ പാത്രം കഴുകി വെച്ചാലും എപ്പോഴും നമുക്ക് പാത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ കുറേശ്ശെ പാത്രങ്ങളാണെങ്കിൽ അപ്പം തന്നെ കഴുകി വയ്ക്കുമ്പോൾ നമുക്ക് അടുക്കള എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാരി വരച്ചിട്ടതുപോലെ തോന്നും നമുക്ക്. എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം എപ്പോഴും സിങ്ക് കഴുകി വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എത്ര ക്ലീനാക്കി ഇട്ട കിച്ചണാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലീൻനെസ് തോന്നില്ല. ശേഷം നമ്മൾ സിങ്കൊക്കെ കഴുകി വെച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട്. ഒന്നെടുത്ത് ചുറ്റിച്ച് ഇനി കുറച്ച് സമയം നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. മീനാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഡെയിലി ഈ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തുടച്ച് വയ്ക്കുന്നത് നല്ലതാണ്. നല്ല നീറ്റായിട്ടുണ്ടാവും നമ്മുടെ കിച്ചൺ കാണാൻ. അങ്ങനെ കിടന്ന പൊടിയൊക്കെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ആദ്യം ഒന്ന് തുടയ്ക്കും. ശേഷം ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ തുടയ്ക്കും. അത് അടയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഇത്രയും സമയം നമ്മൾ വെച്ച ഫുഡിൻ്റെ മണമൊക്കെ മാറി മൊത്തത്തിൽ ഈ ഒരു നല്ലൊരു മണം വരും. വേറെ ഉറുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഇതടിക്കുമ്പോൾ ഫുഡിലൊന്നും ആവാണ്ട് നോക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സൊല്യൂഷനാണ്. അങ്ങനെയെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ തുടച്ചൊക്കെ വെച്ചു. ഈ ഒരു സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം കഴുകി വിരിച്ചൊക്കെ വെച്ചിട്ട് നമ്മുടെ മീനിനെ നോക്കിയപ്പോൾ ആ മീൻ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് എടുത്ത് ഇറക്കി വെച്ചു. അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ചോറ് വാർക്കണം. അരി ഞാൻ രാവിലെ തന്നെ തിളപ്പിച്ച് ഇറക്കി വെക്കും. അപ്പോൾ എല്ലാ ജോലികളും കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ അരിയും വെന്തിട്ടുണ്ടാകും, നമുക്കത് വാർത്തെടുക്കാനുള്ള സമയമാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അരിയും വാർത്തെടുത്ത് വെച്ചിട്ട് കിച്ചണെല്ലാം ക്ലീനാക്കി ഇറങ്ങാറാണ് പതിവ്. ഈ ഒരു സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങൾ സ്ലാബിൻ്റെ പുറത്തുണ്ടോ അതെല്ലാം ഞാൻ മാറ്റും, സ്റ്റോർ റൂമിലോട്ട് മാറ്റും. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കിച്ചണിൽ വെക്കാറുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.